തൊടുപുഴക്കാരി റോസ് മരിയ സെബാസ്റ്റ്യൻ 3-ാം വയസ്സ് മുതൽ പടം വരയ്ക്കാൻ തുടങ്ങിയ മോളാണ്. പടം വരയ്ക്കുന്നത് മാത്രമല്ലല്ലേ, ആക്ടിങ്ങും ഡാൻസും ഒക്കെ ഉണ്ട്. കോമഡി ഉത്സവത്തിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറേ റിയാലിറ്റി ഷോസിൽ പോയിട്ടുണ്ട്. ഫ്ലവേഴ്സിന്റെ തന്നെ രണ്ടെണ്ണത്തിലെ കോമഡി ഉത്സവം കൂടാതെ രണ്ടെണ്ണത്തിലും കൂടെ പോയിട്ടുണ്ട്. എത്ര ഈ മൂന്നാമത്തെ ആരെങ്കിലും സ്വന്തമായിട്ട് വരയ്ക്കാൻ അങ്ങ് തുടങ്ങിയല്ലേ? ഞാൻ സ്റ്റേറ്റിലേക്ക് മാറിയപ്പോഴത്തേക്കും സ്റ്റേറ്റ് സ്കൂളിലേക്ക് മാറിയപ്പോഴത്തേക്കും വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ക്ലാസ്സിൽ പോയി പ്രാക്ടീസായി ഇവിടം വരെ വരച്ചു. ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 140 MLA-മാരുടെ പടം അവരുടെ പടം വരച്ച് 2017 നിയമസഭയിൽ കൊണ്ടുവച്ചു. അതിന്റെ പേരില് ഏഷ്യൻ റെക്കോർഡ്, പിന്നെ കേരള സർക്കാരിന്റെ ഉച്ചിരപാലയം, ഇങ്ങനെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ എപ്പോഴും കാണാറുണ്ട് ഒരുപാട് നല്ല നല്ല ഫോട്ടോസ് വരച്ചിട്ടിരിക്കുന്നത്. വീട്ടില് അച്ഛനമ്മ, പിന്നെ ഞാന്, എന്റെ ചേട്ടനുണ്ട്. ചേട്ടന്റെ പേര് കിരൺ സെബാസ്റ്റ്യൻ. അവൻ പുറത്താണ്, UK ആണ്. ചേട്ടൻ ലണ്ടനിൽ വർക്ക് ചെയ്യാം. ഇനിയിപ്പം +2 കഴിഞ്ഞിട്ട് അഭിനയിച്ച ഷോർട്ട് ഫിലിമിന്റെ പേരെന്താ? മയിൽപ്പീലിത്തുണ്ടും പുസ്തകത്താളെന്ന് പറയുന്നൊരു. അത് എത്ര നാളായി? കുറച്ച് നാളായി. സ്കൂൾ കാലഘട്ടത്തിൽ ചെയ്തതാ. കുറച്ച് നാളായി. വീട്ടിലാരെങ്കിലും വരയ്ക്കുവോ? വീട്ടിലങ്ങനെ വരയ്ക്കുന്നത് ഇല്ല. നമ്മുടെ നാടൊക്കെ ഇഷ്ടപ്പെട്ടു? കൊളത്തുപുഴ കുഴപ്പമില്ല, നല്ല നാടാണ്. ഇഷ്ടപ്പെട്ടു. പുതിയതായിട്ടാണ് വരുന്നത്, അങ്ങനെ വന്നിട്ടില്ല. കൊല്ലം ജില്ലയില് പാസ് ചെയ്ത് പോയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു, അടിപൊളി. അപ്പൊ ഇനിയും നല്ലതുപോലെ വരയ്ക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒരുപാട് അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ വരയ്ക്കാനുള്ള അവസരം ലഭിച്ചല്ലേ? ഏത് ക്ലാസ്സിലെത്തയാ? ഞാൻ 3-ാം ക്ലാസ്സിലത്തെ EVS പുസ്തകത്തിൽ വരച്ചിട്ടുണ്ട്. പേരൊക്കെ വന്നിട്ടുണ്ട്. എന്റെ കൂടെ 6 പേരുണ്ടായിരുന്നു. 6 പേരും അടിപൊളിയായിട്ട് വരച്ചു. അനന്യ, ശ്രീലക്ഷ്മി, ദക്ഷ്, പിന്നെ നിവിന, പിന്നെ സഞ്ജയ്. ഇപ്പൊ ആദ്യമായിട്ടാണല്ലേ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നത്? കുട്ടികൾക്ക് ആദ്യമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പം കലോത്സവങ്ങളിൽ പങ്കെടുത്ത് A ഗ്രേഡ് മേടിച്ചവരിൽ ഏറ്റവും നല്ല വർക്ക് നോക്കി ഓരോ ജില്ലയിൽ നിന്ന് വിളിച്ചതാണ്. അന്നത്തെ 6 പേരെ വന്നോളൂ. ഞങ്ങൾ 6 പേര് വരച്ചു. അതിലൊരുപാട് സന്തോഷമായിരിക്കും അല്ലേ? നമ്മളൊക്കെ പണ്ട് പുസ്തകത്തിൽ വരച്ച വേറൊരാൾ വരച്ച ചിത്രങ്ങളല്ലേ നോക്കുന്നത്. ഇപ്പൊ മോക്കത് കാണുമ്പോഴത്തേക്കും അതിൻ്റെതായ സന്തോഷവും കാണാൻ സന്തോഷമുണ്ട്. ഗവൺമെന്റ് അങ്ങനെ ഒരു അവസരം തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് NCDC-യുടെ അവാർഡ് വാങ്ങിക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോൾ ഒരുപാട് നന്ദി. ബാബു അലക്സാണ്ടർ സാറാണ് എനിക്ക് അവാർഡ് തന്നത്. ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.